അതിർത്തി തർക്കത്തെ തുടർന്ന് വയോധികനെ തലയ്ക്കടിച്ചും കുത്തിയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ ഏരൂർ പോലീസ് പിടികൂടി. ഏരൂർ തുമ്പോട് സ്വദേശി പ്രഭാകരൻ പിള്ളയെയാണ് 4 അംഗ സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമിച്ചത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഏരൂർ തുമ്പോട് ചരുവിളപ്പുത്തൻ വീട്ടിൽ പ്രഭാകരൻ പിള്ളയെയാണ് 4 അംഗ സംഘം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമിച്ചത്. തുമ്പോട് സ്വദേശികളായ സുനു, ബൈജു, മനോജ് എന്നിവരെ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 4-മൻ ബിനു എന്നയാൾ ഓടി രക്ഷപ്പെട്ടു. തലയ്ക്കും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ പ്രഭാകരൻ പിള്ള തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രഭാകരൻ പിള്ളയും അയൽവാസിയായ സ്ത്രീയും തമ്മിൽ വസ്തുവിന്റെ വഴിയെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. നിരന്തരമായ പരാതിയെ തുടർന്ന് റീസർവേ നടത്തി പ്രശ്നപരിഹാരവും കണ്ടെത്തിയിരുന്നു. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് മുൻ വൈരാഗ്യമുണ്ടായിരുന്ന പ്രതികൾ രാത്രി 8ഓടെ പ്രഭാകരൻ പിള്ളയുമായി തർക്കത്തിലേർപ്പെടുകയും സോഡാ കുപ്പി ഉപയോഗിച്ച് തലക്കടിക്കുകയുമായിരുന്നു. പിന്നീട് പൊട്ടിയ സോഡാ കുപ്പി ഉപയോഗിച്ച് പ്രഭാകരൻ പിള്ളയെ കഴുത്തിൽ കുത്തുകയും ചെയ്തു. ആഴത്തിൽ മുറിവേറ്റ പ്രഭാകരൻ പിള്ളയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസ് 3 പേരെ പിടികൂടി. രക്ഷപ്പെട്ട ബിനു എന്നയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി ഏരൂർ പോലീസ് പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ സുനു, ബൈജു, മനോജ് എന്നിവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.